ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടെക് ഇറ്റ് ഈസി. നമുക്ക് ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്നുള്ള പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. ആക്ടിവിറ്റി 1 നോക്കൂ. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ലൈൻസ് ഫ്രം ദ പോയം റിലേറ്റഡ് ടു ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. നമ്മൾ നേച്ചർ സ്പീക്സ് ടു മീ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പോയം പഠിച്ചു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 3 ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ആ പോയത്തിൽ നിന്ന് ഏത് ലൈൻസാണ് ഓർമ്മ വരുന്നത് എന്ന് ഇവിടെ എടുത്ത് എഴുതാനാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഒന്നാമത്തെ നോക്കി, ട്രീസ് കാണുന്നുണ്ട് അല്ലേ. സോ ആ പോയത്തിൽ പറയുന്നുണ്ട് ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. രണ്ടാമത് ഒരു റോസപ്പൂവിന് അത് മഞ്ഞുതുള്ളിയുള്ളത്, എന്താണത്? ദ ഡ്യൂ ഡ്രോപ്സ് ഓൺ ദ ഫ്ലവർ. മൂന്നാമത്തത് വലിയ പർവ്വതം അല്ലേ, ദ സമ്മിറ്റ് ഓഫ് ദ മൗണ്ടൻ. അത് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 2, റീഡ് വാട്ട് ഡൊറോത്തി ഹാസ് റിട്ടൺ അബൌട്ട് ഹെർ പെറ്റ്. എന്താണ് അവളുടെ പെറ്റ്? ഏതായിരുന്നു? ഒരു ഡോഗാണ് അല്ലേ, ടോട്ടോ. നോക്കി, Toto is my pet dog. He is very friendly. He is so loyal. Toto likes playing with me. He likes to eat meat. He wags his tail always. ടോട്ടോ ടോട്ടോ ആണ് എൻ്റെ പട്ടിയുടെ പേര്. എൻ്റെ പെറ്റിൻ്റെ പേര് ടോട്ടോ എന്നാണ്. അതൊരു ഡോഗാണ്. വളരെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. വളരെ സ്നേഹമുള്ള പട്ടിയാണ്. എൻ്റെ കൂടെ കളിക്കുക. അത് മീറ്റാണ് കഴിക്കുക. പിന്നെ ആരെങ്കിലും കാണുമ്പോഴൊക്കെ അത് വാലാട്ടും. വളരെ നന്ദിയുള്ള നായയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി പറയുന്നത് ഡ്രോ യുവർ പെറ്റ് ആൻഡ് ഡിസ്ക്രൈബ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ പെറ്റിനെ ചിത്രം വരച്ചിട്ട് അതിനെക്കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ ബോക്സ് ഒന്നെടുത്ത് നിങ്ങൾ ചിത്രം വരയ്ക്കുക. എന്തിനെങ്കിലും പൂച്ചയുടെ നിങ്ങളുടെ പെറ്റിൻ്റെ ചിത്രം വരയ്ക്കുക. ഓക്കെ. ഞാനിവിടെ ഒരു പൂച്ചയെ തന്നിട്ടുണ്ട്. നോക്കാലോ. കിറ്റി ഈസ് മൈ പെറ്റ് ക്യാറ്റ്. ഇറ്റ് ഈസ് വെരി ക്യൂട്ട്. ഇറ്റ് ഹാസ് ബ്രൈറ്റ് ഐസ്. ഇറ്റ് ലൈക്സ് ടു ഡ്രിങ്ക് മിൽക്ക്. എൻ്റെ പെറ്റ് ക്യാറ്റിൻ്റെ പേരാണ് കിറ്റി. വളരെ ക്യൂട്ടാണ് കാണാൻ. നല്ല തിളങ്ങുന്ന കണ്ണുകളുണ്ട്. പാല് കുടിക്കാൻ അതിന് വളരെ ഇഷ്ടമാണ്. ഇറ്റ് ലൈക്സ് ടു പ്ലേ വിത്ത് മീ. ഇറ്റ് ഫോളോസ് മീ എവ്രിവെയർ. ഇറ്റ് മേക്സ് എ സോഫ്റ്റ് മിയാവ് സൗണ്ട്. ഓക്കെ. ഇതെന്നെ എല്ലായിടത്തും ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ്. ഇത് കരയുന്നത് എങ്ങനെയാണ്? മിയാവ് എന്നാണ്. മനസ്സിലായല്ലോ. അടുത്തത് ആക്ടിവിറ്റി 3, ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. വാട്ട് ഡിഡ് ഷീ സീ? ഡിസ്ക്രൈബ് ദ സീൻ. ഒരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. ഡൊറോത്തി ഇങ്ങനെ വീടിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കലാണ്. അത് പൊക്കിക്കൊണ്ടുപോയി കാറ്റ് പൊക്കിക്കൊണ്ടുപോയി വീടിനെ അല്ലേ. അപ്പോൾ വെളിയിലേക്ക് നോക്കുമ്പോൾ ഡൊറോത്തി എന്താണ് കണ്ടത് എന്നാണ് പറയുന്നത്. അവിടെ കുറേ ചിത്രം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് നോക്കൂ സ്വന്തമായിട്ട്. നോക്കൂ. ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. ആ വീടിനെ കാറ്റ് ഒരുപാട് ഉയരത്തിലേക്ക് പൊക്കിക്കൊണ്ടുപോയി. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഡൊറോത്തി വിൻഡോയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കി. ഷീ സോ ഗ്രീൻ ഫീൽഡ്സ്. പച്ച പാടങ്ങൾ കണ്ടു. സ്മോൾ ഹൗസസ്. ചെറിയ വീടുകൾ കണ്ടു. ആൻഡ് ആനിമൽസ് ബിലോ. ഒരുപാട് മൃഗങ്ങളെ താഴെ കണ്ടു. സം ഹൗസസ് വെർ ബ്രോക്കൺ ആൻഡ് ട്രീസ് ഹാഡ് ഫോളൻ ഡൗൺ. കുറച്ച് വീടുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. മരങ്ങളൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. ബേർഡ്സ് വെർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ആൻഡ് എ റിവർ വാസ് ഫ്ലോയിങ് നിയർ ബൈ. പക്ഷികളൊക്കെ ആകാശത്തിലേക്കൂടി ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പുഴ അതിലേക്കൂടി ഒഴുകുന്നുണ്ട്. അതൊക്കെ അവൾ കണ്ടു. എവ്രിതിങ് ലുക്ക്ഡ് സ്ട്രേഞ്ച് ആൻഡ് ന്യൂ ടു ഹെർ. അതൊക്കെ അവൾക്ക് വളരെ സ്ട്രേഞ്ചായി തോന്നി അല്ലേ. ഇതുവരെ കാണാത്തതുപോലെ തോന്നി. അതുപോലെ പുതിയതുപോലെ അവൾക്ക് തോന്നി. ആക്ടിവിറ്റി 4, എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഈസ് ഗിവൺ അബൌട്ട് ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ്. സം വേർഡ്സ് ആർ മിസ്സിംഗ് ഇൻ ഇറ്റ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. താഴെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് മഞ്ച്കിൻസിൻ്റെ ലാൻഡിനെ കുറിച്ചിട്ട്. പിന്നെ അതിൻ്റെ അത് 1-2 വേർഡ്സ് മിസ്സായിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കാലോ. ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. മഞ്ച്കിൻസിൻ്റെ ലാൻഡ്, ഭൂമി വളരെ സുന്ദരമാണ്. എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഡാഷ് ദ ട്രീ. ഒരു കൈറ്റ്, ഒരു പട്ടം മരത്തിൻ്റെ മുകളിലേക്കൂടി പറക്കുന്നുണ്ട്. എങ്ങനെയാണ് പറയുക? ഓവർ ദ ട്രീ കേട്ടോ. ഓവർ ദ ട്രീ. അവിടെ ഓവർ എന്ന് വരണം. OVER, ഓവർ. ഇനി എ ലിറ്റിൽ മഞ്ച്കിൻ ഈസ് പ്ലേയിങ്. അടിയിലൊരു മഞ്ച്കിൻ കളിക്കുന്നുണ്ട്. അടിയിൽ എങ്ങനെയാണ് പറയുക? അണ്ടർ ദ ട്രീ. UNDER, അണ്ടർ ദ ട്രീ. ഇനിയോ എ ബേർഡ് ഈസ് സിറ്റിംഗ് ഡാഷ് ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ഒരു ബ്രാഞ്ചിൻ്റെ മുകളിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. ഒരു ബ്രാഞ്ചിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ഇനി 2 ലിറ്റിൽ ബേർഡ്സ് ആർ ഡാഷ് ദ നെസ്റ്റ്. ഒരു കൂടിൻ്റെ ഉള്ളിൽ 2 ചെറിയ കിളികൾ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് പറയുക? ഇൻ ദ നെസ്റ്റ്. ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇൻ ദ നെസ്റ്റ്. ആക്ടിവിറ്റി 5, ഫൈനലി ഡൊറോത്തി ആൻഡ് ടോട്ടോ റീച്ച്ഡ് ദെയർ വില്ലേജ്. ഫൈനലി ഡൊറോത്തിയും ടോട്ടോയും തിരിച്ചവരുടെ വില്ലേജിലെത്തി.
അങ്കിൾ ആൻഡ് ഓണ്ട് വെർ ഹാപ്പി ടു സീ ദം. അങ്കിളിനും ആൻറ്റിക്ക് വളരെ സന്തോഷമായി അവരെ കണ്ടപ്പോൾ. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ഡൊറോത്തി ആൻഡ് ഹർ അങ്കിൾ. ഡൊറോത്തിയും അവളുടെ അങ്കിളും തമ്മിലുള്ള നടക്കാൻ ചാൻസ് ഉള്ള ഒരു കോൺവെർസേഷനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത് കേട്ടോ. അങ്കിൾ ചോദിക്കുന്ന നോക്കൂ, വേർ വർ യു ഡൊറോത്തി. എന്താ ചോദിക്കുന്നത്? ഡൊറോത്തി നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഡൊറോത്തി പറയലാണ്, ഐ വാസ് ഫാർ എവേ ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ് അങ്കിൾ. ഞാനങ്ങ് ദൂരെ ദൂരെ എത്തിപ്പോയി അല്ലേ, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഏതോ ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പോയി. അങ്കിൾ ചോദിക്കലാണ്, വെ യു സ്കെയർഡ് ദർ. നീ അവിടെ പേടിച്ചു പോയോ? യെസ് അങ്കിൾ, ബട്ട് ഐ മെറ്റ് കൈൻഡ് പീപ്പിൾ. ആ അങ്കിൾ, ഞാൻ പേടിച്ചു പോയി, പക്ഷെ ഞാൻ നല്ല ദയുള്ള കുറേ ആൾക്കാരെ അവിടെ പരിചയപ്പെട്ടു. വി ആർ ഹാപ്പി യു ആർ സേഫ് നൗ. അങ്കിൾ പറയലാണ്, ഓക്കെ വി ആർ ഹാപ്പി, ഞങ്ങൾക്കിപ്പോൾ സന്തോഷമാണ്, നീ തിരിച്ചേതായാലും എത്തിയല്ലോ, സേഫായി തിരിച്ചെത്തിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ സന്തോഷമാണെന്ന് അങ്കിൾ പറഞ്ഞു. അപ്പോൾ ഡൊറോത്തി പറയലാണ്, ഐ ആം വെരി ഹാപ്പി ടു ബി ബാക്ക് ഹോം. ഞാനും വളരെ സന്തോഷമാണ് തിരിച്ച് വീട്ടിലെത്താൻ പറ്റിയതിൽ, ഞാനും വളരെ സന്തോഷമാണ് എന്ന് ഡൊറോത്തി പറഞ്ഞു. ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കൂ, ഇല്ലെങ്കിൽ ഇത് ഫില്ല് ചെയ്യും കേട്ടോ. ആക്ടിവിറ്റി 6, ആഡ് മോർ ലൈൻസ്. കൂടുതൽ ലൈൻസ് എഴുതാനാണ് പറയുന്നത്. അവിടെ ഒരു 8 ലൈൻസ് തന്നിട്ടുണ്ട്, നമ്മളോട് കൂടുതൽ ലൈൻസ് എഴുതാനാണ് പറയുന്നത് കേട്ടോ. നോക്കാമല്ലോ. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. ഓവർ ദ മെഡോസ്. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്. എന്താ പറയുന്നത്? നമുക്ക് ആകാശത്തിൽ പറക്കാം, ഒരുമിച്ച് പറക്കാം. മെഡോസിൻ്റെ ഒക്കെ മേലെ അല്ലേ, പുൽമൈതാനത്തിൻ്റെ ഒക്കെ പുൽമേടയുടെ മേലെ കൂടി പറക്കാം. കാക്കകൾ പറക്കുന്നത് പോലെ പറക്കാം. പിന്നെയോ, ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. ഓവർ ദ മൗണ്ടൻസ്. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്. നമുക്കിതുപോലെ എന്താണ്, മൗണ്ടൻ പർവ്വതങ്ങളുടെ മുകളിലേക്ക് കൂടി പറക്കാം. എങ്ങനെ? പട്ടങ്ങൾ പറക്കുന്നത് പോലെ പറക്കാം. കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പട്ടമാണ് കേട്ടോ, മൗണ്ടൻ എന്ന് പറഞ്ഞാൽ പർവ്വതം. അടുത്തതോ, ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. ഓവർ ദ റിവേഴ്സ്. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് സ്വാൻസ്. എങ്ങനെയാണ്? പുഴകൾക്ക് മീതെ കൂടെ അരയന്നങ്ങൾ പറക്കുന്നത് പോലെ നമുക്ക് പറക്കാം എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയേ, ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. ഓവർ ദ ക്ലൗഡ്സ്. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ഡ്രീംസ്. എങ്ങനെയാണ്? മേഘങ്ങൾക്ക് മേലെ കൂടി നമുക്ക് സ്വപ്നങ്ങൾ പറക്കുന്നത് പോലെ പറക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. മേഘങ്ങൾക്ക് മേലെ കൂടി. മനസ്സിലായാലോ? ഡ്രീംസ് എന്ന് പറഞ്ഞാൽ സ്വപ്നം. നമ്മൾ സ്വപ്നം കാണാറില്ലേ? സ്വപ്നമാണ് ഡ്രീംസ്. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് ആക്ടിവിറ്റി 7 ആണ്. ഫൈൻഡ് ഔട്ട് ദ ഹിഡൻ വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിനകത്ത് ഔൾ എന്നുള്ള വാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളോട് മറ്റ് വേർഡുകൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത് കേട്ടോ. നോക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. എനിക്കിത് ഇത്ര വേർഡ്സ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ നോക്കി ഇനിയും കിട്ടുമോ നോക്ക് കേട്ടോ. ഏതാണ്? വിൻഡ്, സ്റ്റോം, റോഡ്, റെയിൻ, ക്ലൗഡ്, കാർ, ടീ. ഇത്രയും വേർഡ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ, ഇനിയും കിട്ടുമോയെന്ന്. ആക്ടിവിറ്റി 8, ലെറ്റ്സ് മേക്ക് എ പേപ്പർ ക്യാപ്പ്. എന്താണ്? പേപ്പർ കൊണ്ട് തൊപ്പി ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. നോക്കുക, ചിത്രത്തിൽ കണ്ടതുപോലെ പേപ്പർ മടക്കുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ആക്ടിവിറ്റി 9, ഐഡൻറ്റിഫൈ ദ സ്ലോഗൻസ് റിലേറ്റഡ് ടു ദ സിമ്പിൾ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് പ്രൊവൈഡഡ്. താഴെ കുറച്ച് സിമ്പിൾസ് തന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ലോഗൻസ്. മേലെ ഒരു ബോക്സിനകത്ത് 4 സ്ലോഗൻസ് തന്നിട്ടുണ്ട് അല്ലേ. സ്ലോഗൻസ് എന്ന് പറഞ്ഞാൽ ശൈലി, മുദ്രാവാക്യം, ശൈലി എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. ശൈലിയാണ് കൂടുതൽ ശരി. അപ്പോൾ അവിടെ ഒന്നാമത്തെ ചിത്രം നോക്കൂ. എന്താണ്? പ്ലാസ്റ്റിക് കുപ്പിയും സഞ്ചിയും ഒക്കെ തന്നിട്ട് അതിന് എൻറ്റു മാർക്ക് അല്ലേ, പാടില്ല, നോ എന്നുള്ള അർത്ഥമാണത് അല്ലേ. യെസ്. അപ്പോൾ അവിടെ നമുക്ക് അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ എന്ന് എഴുതാം. മേലെ തന്ന 4 അത് സെലക്ട് ചെയ്ത് അവിടെ എഴുതാം. പ്ലാസ്റ്റിക് ഒഴിവാക്കി പ്രകൃതിയെ സംരക്ഷിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് ഡോൺ ലിറ്റർ അല്ലേ. ആ ചിത്രം നോക്കിയാൽ ഒരാൾ വേസ്റ്റ് കൊണ്ടിടലാണ്. അപ്പോൾ അവിടെ ഡോൺ ലിറ്റർ, ഇവിടെ വേസ്റ്റ് നിക്ഷേപിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ചിത്രം എന്താണ്? ഒരു കൈ കാണുന്നുണ്ട്, ചെടി നടുന്ന പോലെ കാണുന്നുണ്ട് അല്ലേ. അവിടെ നമുക്ക് എന്തെഴുതാം? ഗ്രോ ഗ്രീൻ. എന്താണ്? ഗ്രോ ഗ്രീൻ എന്ന് വെച്ചാൽ പച്ച വളർത്തു, പച്ചയെ വളർത്തു, അതായത് ചെടി നടു, എന്നിട്ട് ഗോ ഗ്രീൻ, നമുക്ക് പച്ചയായി മാറുന്ന വെച്ചാൽ എന്താണ്? നമുക്ക് പ്രകൃതിയെ കൂടുതലായിട്ട് സംരക്ഷിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. യെസ്, ഗോ ഗ്രീൻ. അടുത്തത് എന്താണ്? വെള്ളം പോകുന്നത് പൈപ്പ് ഓഫ് ആക്കുന്നുണ്ട്. സേവ് വാട്ടർ, സേവ് ലൈഫ്. ഓക്കെ. ഇനി അവിടെ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സിമിലർ സ്ലോഗൻസ് പറഞ്ഞിട്ട് ഒരു ചെടി മുറിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്ന് നിൽക്കുന്ന പോലെ കാണുന്നുണ്ട് അല്ലേ. മരം മുറിക്കാൻ വേണ്ടി ഒരാൾ നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെഴുതാം? സേവ് ട്രീസ്, സേവ് ലൈഫ് അല്ലേ. അതിൻ്റെ മേലെ പക്ഷികളൊക്കെ താമസിക്കുന്നുണ്ട്, പക്ഷികളുടെ കൂടാണത്. ആ ജീവൻ നമുക്ക് രക്ഷിക്കാം. സേവ് ട്രീസ്, സേവ് ലൈഫ്. ആക്ടിവിറ്റി 10, സം റിഡിൽസ് ആർ ഗിവൺ ബിലോ. റീഡ് ആൻഡ് ഫൈൻഡ് ദം ഔട്ട്. റിഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടങ്കഥകളാണ് കേട്ടോ. കുറച്ച് കടങ്കഥകൾ തന്നിട്ടുണ്ട്, വായിച്ചിട്ട് അതിന് ഉത്തരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. യു കാൺ സീ മീ.
നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. ബട്ട് യു ക്യാൻ ഫീൽ മീ, എന്നെ അനുഭവിക്കാൻ, എന്നെ ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഐ ക്യാൻ മേക്ക് ട്രീസ് ഡാൻസ്, മരങ്ങളെയൊക്കെ ഡാൻസ് ചെയ്യിക്കാൻ എനിക്ക് കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് ദ കൈറ്റ് ഫ്ലൈ, പട്ടത്തെ മേലെ പറക്കാൻ വേണ്ടി എനിക്ക് സഹായിക്കാൻ പറ്റും. ഹു ആം ഐ, ഞാൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? വിൻഡാണ്, കാറ്റാണത് കേട്ടോ. അടുത്തത് ഐ ആം ഇൻ ദ സ്കൈ, ഞാൻ ആകാശത്തിലുള്ള ആളാണ്. ഐ ക്യാൻ ബ്രിങ് ദ റെയിൻ, ഞാൻ മഴ കൊണ്ടുവരും. 5 letters മേക്ക് മൈ നെയിം, എൻ്റെ പേരിൽ 5 അക്ഷരങ്ങളുണ്ട്. ഹു ആം ഐ, ആരാണ്? മേഘം, ക്ലൗഡാണ്, CLOUD, ഓക്കെ, ക്ലൗഡ്. അടുത്തത് ഐ എം ഹ്യൂജ് ആൻഡ് ടോൾ, ഞാൻ വളരെ നീളമുള്ള ആളാണ്, വളരെ വലിയതും നീളമുള്ള ആളുമാണ്. ഐ ക്യാൻ സ്റ്റോപ്പ് ദ ക്ലൗഡ്സ്, എനിക്ക് മേഘങ്ങളെ തന്നെ നിർത്തിവെക്കാൻ കഴിയും. ഐ ഹാവ് എ സമ്മിറ്റ്, എനിക്ക് വലിയൊരു മേൽഭാഗം ഒരു ഉച്ച മേലെ ഒരു പ്രതലമുണ്ട്. യു ക്യാൻ ക്ലൈം ഓൺ മീ, നിങ്ങൾക്ക് എൻ്റെ മേലെ കയറി വരാൻ പറ്റും. ഹു ആം ഐ, ആരാണ് സമ്മിറ്റ് ഉള്ളത്? സമ്മിറ്റ് ഓഫ് ദ മൗണ്ടെയിൻ, ഇറ്റ്സ് മൗണ്ടെയിൻ ആണ് കേട്ടോ. ഇനി നോക്കൂ, നൗ മേക്ക് യുവർ റിഡിൽസ്. റെയിൻബോയും റെയിനും തന്നിട്ട് നമ്മളോട് സ്വന്തമായിട്ട് റിഡിൽസ്, കടങ്കഥ എഴുതാനാണ് പറയുന്നത്. റെയിൻബോയെ കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. ഐ അപ്പിയർ ആഫ്റ്റർ റെയിൻ, ഞാൻ മഴയ്ക്ക് ശേഷമാണ് അപ്പിയർ ചെയ്യുക, പ്രത്യക്ഷപ്പെടുക. ഐ ഹാവ് മെനി കളേഴ്സ്, എനിക്ക് കുറേ കളേഴ്സ്, നിറങ്ങളുണ്ട്. ഐ ആം കർവ്ഡ് ലൈക്ക് എ ബോ, ഞാനൊരു ബോ പോലെ, വില്ല് പോലെ വളഞ്ഞിട്ടാണ്. ഐ ആം ഇൻ ദ സ്കൈ, ഞാൻ ആകാശത്തിലുള്ള ആളാണ്. വാട്ട് ആം ഐ അല്ലെങ്കിൽ ഹു ആം ഐ, എന്താണ്? റെയിൻബോ. ഇനി നോക്കൂ, മഴ, റെയിൻ. ഐ ഫോൾ ഫ്രം ദ ക്ലൗഡ്സ്, ഐ ഫോൾ ഫ്രം ദ ക്ലൗഡ്സ്, ഐ മേക്ക് ദ എർത്ത് വെറ്റ്, ഐ ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ, ഞാൻ മേഘങ്ങൾക്കിടയിൽ നിന്നാണ് വീഴുന്നത് താഴേക്ക്. ഞാൻ ഭൂമിയെ തണുപ്പിക്കും, പിന്നെ ഞാൻ ചെടികളെ വളരാൻ സഹായിക്കും. ആരാണ്? ഹു ആം ഐ? റെയിൻ. ആക്ടിവിറ്റി 11, റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ, നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. താഴെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. വി കാൺ ഹെൽപ്പ് യു ബട്ട് ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു, ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, പക്ഷേ വിസാർഡ് ഓഫ് ഓസിന് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, കാണ്ടും ക്യാനുമാണ്. കാണ്ട്, ക്യാൻ നോട്ട്, കഴിയില്ല. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും. മനസ്സിലായല്ലോ? അപ്പോൾ കാണ്ടും ക്യാനുമാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത് നോക്കി, വി ക്യാൻ ഡു മെനി തിങ്സ്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വി ക്യാൻ, കഴിയും. ബട്ട് ദർ ആർ മെനി തിങ്സ് ദാറ്റ് വി കാൺ ഡു, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടും കുറേ കാര്യങ്ങളുണ്ട്. വി കാൺ ഡു, ഓക്കെ, ചെയ്യാൻ കഴിയാത്തതായിട്ടും ഉണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി ഇതാണ്, നോക്കൂ. റൈറ്റ് വാട്ട് യു ക്യാൻ ഡു ആൻഡ് യു കനോട്ട് ഡു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് നോക്കിയേ, ഒരു കുട്ടി പറക്കുന്നുണ്ട്. പറക്കാൻ കഴിയുമോ നമുക്ക്? ഇല്ല. ഐ കാൺട്ട് ഫ്ലൈ. പിന്നെയോ, സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ഐ ക്യാൻ റൈഡ്, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയും. പിന്നെയോ, സ്കേറ്റ് ചെയ്യുക, സ്കേറ്റിംഗ് വീൽസിൽ സ്കേറ്റ് ചെയ്യുന്നുണ്ട്. ഐ ക്യാൻ സ്കേറ്റ്. ഓടാൻ പറ്റില്ലേ? യെസ്. ഐ ക്യാൻ റൺ. പിന്നെ ബ്ലോക്സ് വെച്ച് എന്തോ ബിൽഡ് ചെയ്യലാണ് അവിടെ അല്ലേ, എന്തോ ഇത് വെച്ച് ചെയ്യുന്നുണ്ട്. നോക്ക്, ഐ ക്യാൻ ബിൽഡ്, എനിക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. അടുത്തത് ക്ലൈംബ്, മരം കയറലാണ്. ഐ ക്യാൻ ക്ലൈംബ്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവിടെ കാണ്ട് എഴുതാം. മരം കയറാൻ കഴിയില്ലെങ്കിൽ ഐ കാൺ ക്ലൈംബ് എന്ന് എഴുതാം കേട്ടോ. ഇനി ആക്ടിവിറ്റി 12 ആണ്. ഹിയർ ഈസ് ദൊറോത്തീസ് ഡയറി എൻട്രി. ദൊറോത്തി ഡയറി എഴുതിയതാണ് ഇത്. എന്താണ്? മെയ് 20 ട്യൂസ്ഡേ 1800 18 അല്ലേ, 1800 ആണ്ടിലുള്ള ഒരു കഥ എന്നാണ് പറയുന്നത്. നോക്കാമല്ലോ. ഐ കാൺ ഫോർഗെറ്റ് ദിസ് ഡേ. ഓ വി വേർ സോ അഫ്രൈഡ്, ടോട്ടോ ആൻഡ് മൈസെൽഫ്. ഞാനും ടോട്ടോയും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എനിക്കൊരിക്കലും ഈ ദിവസം മറക്കാൻ കഴിയില്ല. ഐ തോട്ട് വി വേർ അബൌട്ട് ടു ഡൈ. മൈ ഹൗസ് ഫ്ലൂ ഓവർ ദ വാലീസ്, സ്ട്രീറ്റ്സ്, മൗണ്ടെയ്ൻസ് ആൻഡ് സോ ഓൺ. ഞാൻ വിചാരിച്ചു ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ വീട് അങ്ങനെ പൊങ്ങി താഴ്വരകൾക്ക് മേലെ കൂടിയും പർവ്വതങ്ങൾക്ക് മേലെ കൂടിയും ഒക്കെ നിരത്തുകൾക്ക് മേലെ കൂടിയൊക്കെ പൊങ്ങിപ്പോയി. ഐ ഹെൽഡ് ടോട്ടോ ഇൻ മൈ ഹാൻഡ്സ് ക്ലോസിങ് മൈ ഐസ്. ഞാൻ ടോട്ടോയെ ചേർത്ത് പിടിച്ചു, കണ്ണടച്ച് ചേർത്ത് പിടിച്ചു. സഡൻലി ഐ ഹേർഡ് എ സൗണ്ട്. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അവർ ഹൗസ് ലാൻഡഡ് ഓൺ എ ബ്യൂട്ടിഫുൾ ലാൻഡ്. നമ്മുടെ വീട് പോയിട്ടൊരു നല്ല മനോഹരമായ ഒരു ഭൂമിയിൽ ലാൻഡ് ചെയ്തു. ഇറ്റ് വാസ് ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ്. മഞ്ച്കിൻസിൻ്റെ ലാൻഡായിരുന്നു അത്. ഐ സോ സം സ്ട്രേഞ്ച് പീപ്പിൾ ദർ. കുറച്ച് വ്യത്യസ്തരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. ദേ വർ വെരി ഷോർട്ട്. വളരെ നീളം കുറഞ്ഞിട്ടുള്ള ആൾക്കാരായിരുന്നു അവർ. മൈ ഹൗസ് ലാൻഡഡ് ഓൺ എ വിക്കഡ് വിച്ച് ആൻഡ് ഷീ ഡൈഡ് ഓൺ ദ സ്പോട്ട്. ഒരു വളരെ ദുഷ്ടത്തെയായിട്ടുള്ള ഒരു വിച്ചിൻ്റെ മേലെയാണ് എൻ്റെ വീട് പോയി വീണത്. ഓക്കെ, അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ ആ വിച്ച് അവിടെ മരിച്ചുപോയി. ദ മഞ്ച്കിൻസ് വിക്കേം സോ ഹാപ്പി. ദേ സെലിബ്രേറ്റഡ് ദെയർ ഫ്രീഡം. ആ മഞ്ച്കിൻസ് ആ വിക്കഡ് വിച്ച് മരിച്ചു പോയപ്പോൾ വളരെ സന്തോഷം കൊണ്ട് അവരുടെ സ്വാതന്ത്ര്യം അവർ ആഘോഷിച്ചു. ദേ ഇൻവൈറ്റഡ് മീ ടു ഡാൻസ് വിത്ത് ദം
ബട്ട് ഐ വിഷ് ടു റിട്ടേൺ ടു മൈ വില്ലേജ്. എന്നെ അവരുടെ കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിച്ചെങ്കിലും എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനായിരുന്നു ആഗ്രഹം. ദ വിസാർഡ് ഓഫ് ഓസ്, ദ മജീഷ്യൻ ഹെൽപ്ഡ് us. മജീഷ്യനായിട്ടുള്ള വിസാർഡ് ഓഫ് ഓസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ടോട്ടോ ആൻഡ് ഐ റീച്ച്ഡ് ഹോം സേഫ്ലി. ഐ മെറ്റ് മൈ അങ്കിൾ ആൻഡ് ഓണ്ട്. ഐ ബിക്കേം സോ റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ആൻറ്റിയും അങ്കിളിനെയൊക്കെ കണ്ട് വളരെ സന്തോഷവും സമാധാനവും ആയി. നൗ റൈറ്റ് യുവർ ഡയറി എൻട്രി. ഇനി നമ്മളോട് സ്വന്തമായിട്ട് ഡയറി എഴുതാനാണ് പറയുന്നത് കേട്ടോ. നോക്കാമല്ലോ. ടുഡേ വാസ് എ വെരി ഹാപ്പി ഡേ ഫോർ മീ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എനിക്ക്. ഐ വെൻറ്റ് സ്കൂൾ ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെ തന്നെ ഞാൻ സ്കൂളിലേക്ക് പോയി. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ പ്ലേഡ് ടുഗെദർ ഡ്യൂറിങ് ദ ബ്രേക്ക്. ഞാനും എൻ്റെ കൂട്ടുകാരും ബ്രേക്കിൻ്റെ സമയത്ത് ഒരുമിച്ച് കളിച്ചു. അവർ ടീച്ചർ ടോൾഡേഴ്സ് എ നൈസ് സ്റ്റോറി ഇൻ ദ ക്ലാസ്. നല്ലൊരു കഥ ടീച്ചർ പറഞ്ഞു തന്നു. ഐ എൻജോയ്ഡ് ലിസണിങ് ടു ഇറ്റ്. എനിക്ക് വളരെ ഇഷ്ടമായ കഥ കേൾക്കാൻ. ആഫ്റ്റർ സ്കൂൾ ഐ കെയിം ഹോം ആൻഡ് ഹെൽപ്പ് മൈ മദർ. വീട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് അമ്മയെ സഹായിച്ചു. ഇൻ ദി ഈവനിങ് ഐ പ്ലേഡ് ഔട്ട്സൈഡ് ഫോർ സം ടൈം. വൈകുന്നേരം ഞാൻ കുറച്ച് നേരം പുറത്ത് കളിച്ചു. ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ആൻഡ് വെൻറ്റ് ടു ബെഡ് ഫീലിംഗ് ഹാപ്പി ആൻഡ് റിലാക്സ്ഡ്. എന്താണ്, ഹോംവർക്കൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് കിടക്കാൻ വേണ്ടി പോയി. ആക്ടിവിറ്റി 13. എ ന്യൂസ് പേപ്പർ ഫ്രം ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ് ഈസ് ഗിവൺ ഓൺ ദ നെക്സ്റ്റ് പേജ്. റീഡ് ഇറ്റ് ആൻഡ് എൻജോയ്. മഞ്ച്കിൻസിൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു ന്യൂസ് പേപ്പർ തന്നിട്ടുണ്ട്. അത് വായിക്കാനാണ് നമ്മോട് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഹെഡിങ് ആണ് മഞ്ച്കിൻ ടൈംസ്. ദ വിക്കഡ് വിച്ച് ഈസ് നോ മോർ. ഒരു ഹെഡിങ് തന്നിട്ടുണ്ട്. ഹെഡ്ലൈൻസ് അല്ലേ, ഹെഡിങ്. യെസ്, മഞ്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ്സ്. മഞ്ച്കിൻ ലാൻഡിനൊക്കെ വളരെ സന്തോഷമായി അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻ എ ബിഗ് സർപ്രൈസ് എ ലിറ്റിൽ ഗേൾ നെയിംഡ് ഡൊറോത്തി സേവ്ഡ് ദ മഞ്ച്കിൻസ് ഫ്രം ദ വിക്കഡ് വിച്ച്. Her house was lifted in a heavy storm that broke out yesterday. It fell on the witch, killing her. The Munchkins celebrated the death of the witch. ന്യൂസ് പേപ്പറിൽ വന്ന വാർത്ത പോലെയാണ് കാണിക്കുന്നത് അല്ലേ. ന്യൂസ് പേപ്പർ വായിക്കാറില്ലേ നിങ്ങളൊക്കെ? അപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഇതുപോലെ ഒരു വലിയൊരു പത്രത്തിൻ്റെ പേര് മുകളിൽ വലുതായിട്ട് കൊടുത്തിട്ടുണ്ടാവും. മാതൃഭൂമി, മനോരമ എന്നൊക്കെ വലുതായിട്ട് മേലെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെയോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വലിയ വലിയ ഹെഡിങ്ങുകളിൽ വാർത്തകൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇതുപോലെ വലിയൊരു ഹെഡിങ് ഉണ്ടാവും, ദ വിക്കഡ് വിച്ച് ഇസ് നോ മോർ എന്നുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു സബ് ഹെഡിങ് ഉണ്ടാവും, മഞ്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ് എന്നുണ്ടാവും. പിന്നെ വാർത്ത ഉണ്ടാവും. എന്താ വാർത്തയിൽ പറഞ്ഞത്? ഇവിടെ വിക്കഡ് വിച്ചിൻ്റെ അവിടെ മഞ്ച്കിൻ ഇത് നമ്മുടെ ദൊറോത്തി എത്തുന്നതും വിക്കഡ് വിച്ച് മരിക്കുന്നതും അങ്ങനെ മഞ്ച്കിൻ സന്തോഷിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അതിന് ബാക്കിയുണ്ട് നോക്കി. ദൊറോത്തി വിസിറ്റ്സ് ദ വിസാർഡ് ഓഫ് ഓസ്. ദൊറോത്തി വിസാർഡ് ഓഫ് ഓസിനെ വിസിറ്റ് ചെയ്തു എന്നൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. May 21, Dorothy, the brave girl who killed the wicked witch, met the great wizard of Oz yesterday. She faced many challenges to reach the Emerald City where the wizard lived. She visited the wizard and requested him to help her reach home. ദൊറോത്തി അവിടെ പോയി അയാളെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെയുള്ളൊരു വാർത്തയാണ് ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ലെഫ്റ്റ് സൈഡിൽ നോക്കിയ ഒരു പൂച്ചയുടെ ചിത്രം കൊടുത്തിട്ട് കിറ്റി ദ ക്യാറ്റ് ഈസ് മിസ്സിങ് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തതാണ്. അതല്ലേ, ക്യാറ്റ് മിസ്സിങ് ആണ് എന്നുള്ള ഒരു വാർത്ത കൊടുത്തതാണ്. എന്താണ്, കിറ്റി വെൻ മിസ്സിങ് ഫ്രം ലിറ്റിൽ മഞ്ച് പാർക്ക് ഓൺ ഫ്രൈഡേ. ഷീ ഈസ് എ ബ്രൗൺ ക്യാറ്റ് വിത്ത് ബ്ലാക്ക് സ്പോട്ട്സ്. ഷീ ഹാഡ് എ റെഡ് കോളർ. ഇഫ് യു ഫൈൻഡ് കിറ്റി പ്ലീസ് കോൺടാക്ട് ദ ഓണർ ലില്ലി ഓർ ഇൻഫോം ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. അങ്ങനെയല്ലേ ഉണ്ടാവുക. ഈ പച്ച നിറമുള്ള ഷർട്ടിട്ട ഈ വ്യക്തിയെ ഇന്നലെ മുതൽ കാണാണ്ടായി, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുക്കും അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനെയുള്ള വാർത്തകൾ പത്രത്തിൽ? യെസ്, അതുപോലൊരു വാർത്തയാണ് അത്. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ചെറിയൊരു കാർട്ടൂൺ തന്നിട്ടുണ്ട് അല്ലേ. ദ മിറാക്കിൾ ഇൻ മഞ്ച്കിൻ ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ തന്നിട്ടുണ്ട്. ഓക്കെ, ആക്ടിവിറ്റി 14 നോക്കൂ. നമ്മൾ നേരത്തെ കണ്ട ആ പത്രത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സം സ്നാപ്ഷോട്ട്സ് ഫ്രം മഞ്ച്കിൻ ടൈംസ് ആർ ഗിവൺ ബിലോ. പിക്ക് ഔട്ട് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നേരത്തെ കണ്ട പത്രത്തിൽ നിന്ന് ചെറിയൊരു കുറച്ച് സ്നാപ്ഷോട്ട്സ്, ഒരു സ്ക്രീൻഷോട്ടുകൾ തന്നിട്ടുണ്ട്, ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ മേലെ ബ്രാക്കറ്റിലായിട്ട് കുറച്ച് ടൈറ്റിൽസ്, കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഈ ചിത്രമായിട്ട് അത് മാച്ച് ചെയ്ത് എഴുതാനാണ് നമ്മോട് പറയുന്നത്. ഒന്നാമത്തെ നോക്കൂ, മഞ്ച്കിൻ ടൈംസ്. എന്താണത് മഞ്ച്കിൻ ടൈംസ്? നമ്മൾ എവിടെയാണ് കണ്ടത്? ഇങ്ങനെ വലുതാക്കി എഴുതി മഞ്ഞ കളർ, ഈ കളേഴ്സിലൊക്കെ ലെറ്ററൊക്കെ എഴുതി ടൈംസ് എഴുതിയത് എവിടെയായിരുന്നു? ആ പത്രത്തിൻ്റെ ടൈറ്റിലായിരുന്നു അല്ലേ. ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പറാണ്. പിന്നെയോ ഒരു വലിയൊരു ഹെഡിങ് അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കണ്ടു, ദ വിക്കഡ് വിച്ച് ഈസ് നോ മോർ എന്ന്. അപ്പോൾ അതെന്താണ്? ഹെഡ്ലൈനാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, അവിടെ ഒരു കാർട്ടൂൺ തന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, കാർട്ടൂൺ. യെസ്. പിന്നെയോ ഗെറ്റ് ദ കൂളസ്റ്റ് ഹാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മഞ്ച്കിൻ ഹാറ്റിനെ കുറിച്ച് 50% ഓഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു എന്താണത്, പരസ്യമാണ്, അഡ്വർടൈസ്മെൻറ്റും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ടിവിറ്റി 15 ആണ്. റീഡ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് സെലക്ട് എ സ്യൂട്ടബിൾ ഹെഡ്ലൈൻ ഫ്രം ദ ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ.
ആ ഒരു ബോക്സിനകത്ത് വാർത്ത തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിന് പറ്റുന്ന ഒരു ഹെഡ്ലൈൻ, നമ്മൾ താഴെ ഒരു 3 ഹെഡ്ലൈൻ തന്നിട്ടുണ്ടോ, അതിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഓസ് May 21, Dorothy, the brave girl who killed the wicked witch, met the great wizard of Oz yesterday. She faced many challenges to reach the Emerald City, where the wizard lived. She visited the wizard and requested him to help her reach home. അതിന് പറ്റിയൊരു ഹെഡിങ് എന്താണ് താഴെ തന്നിട്ടിരിക്കുന്നത് നോക്കി. Dorothy meets the great wizard. The wicked witch welcomes Dorothy. The Munchkins leave the Munchkin land. ഏതാ ഇതിൽ കറക്റ്റ്? യെസ്, Dorothy meets the great wizard എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ. ആക്ടിവിറ്റി 16. ഹിയർ ആർ സം ഫ്ലവേഴ്സ് ഫ്രം ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ്. മഞ്ച്കിൻ്റെ ലാൻഡിൽ നിന്നുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെയോ, കളക്ട് പിക്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് മേക്ക് ആൻ ആൽബം. റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓൾസോ. വൺ ഈസ് ഡൺ ഫോർ യു. ഇത് അവിടെ ഒരു സൺഫ്ലവർ തന്നിട്ടുണ്ട്. അതുപോലെ പൂക്കൾ നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് ആ പൂവിനെ കുറിച്ച് ചെറിയൊരു 3-4 ലൈൻ നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. എന്താ സൺഫ്ലവറിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് നോക്കിയേ. ദിസ് ഇസ് എ സൺഫ്ലവർ. ഇതൊരു സൺഫ്ലവറാണ്, സൂര്യകാന്തി ചെടിയാണ്. ഇറ്റ്സ് യെല്ലോ ഇൻ കളർ. ഇത് മഞ്ഞ കളറിലാണ്. ഇറ്റ് ബ്ലൂംസ് ഇൻ ദ മോർണിംഗ്. ഇത് രാവിലെയാണ് വിരിയുക. ഐ ലൈക്ക് ഇറ്റ്സ് ഫ്രാഗ്രൻസ്. എനിക്കിതിൻ്റെ മണം വളരെ ഇഷ്ടമാണ്. അതുപോലെ നമ്മളോട് സ്വന്തമായിട്ട് കുറച്ച് പൂക്കൾ കണ്ടുപിടിച്ച് എഴുതിയിട്ട് ഇതുപോലെ വിവരിക്കാനാണ് പറയുന്നത് കേട്ടോ. അത് നോക്കിയേ, റോസ് തന്നിട്ടുണ്ട് അല്ലേ. ദിസ് ഇസ് എ റോസ്. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. ഇറ്റ് ഹാസ് തോൺസ് ഓൺ ദ സ്റ്റെം. ഇറ്റ് സ്മെൽസ് വെരി നൈസ്. ഇത് റോസ് ചെടിയാണ്, റോസപ്പൂവാണ്, റെഡ് കളറാണ്. ഇതിന് മുള്ളുകളുണ്ട് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ അകത്ത്, അതിൻ്റെ വടിയിൽ തണ്ടിൽ മുള്ളുകളുണ്ട്. ഇത് വളരെ നല്ല മണമുള്ളതാണ്. അടുത്തത് ഹിബിസ്കസ്. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയാണ്. ദിസ് ഇസ് എ ഹിബിസ്കസ്. ഇതൊരു ഹിബിസ്കസ് ആണ്. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. ഇത് ചുവന്ന കളറാണ്. ഇറ്റ് ഹാസ് ബിഗ് പെറ്റൽസ്. വലിയ ഇതളുകളാണ് ഇതിനുള്ളത്. പെറ്റൽസ് ആണ് ഇതളുകൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേർഷിപ്പ്. പൂജയ്ക്കൊക്കെ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന പൂവാണ് ഹിബിസ്കസ്, ചെമ്പരത്തി എന്നുള്ളത്. മൂന്നാമത്തത് ജാസ്മിൻ, മുല്ലപ്പൂവ്. ദിസ് ഇസ് എ ജാസ്മിൻ. ഇത് ജാസ്മിനാണ്. ഇറ്റ് ഈസ് വൈറ്റ് ഇൻ കളർ. വെള്ള കളറാണ്. ഇറ്റ് സ്മെൽസ് വെരി സ്വീറ്റ്. വളരെ സുഗന്ധം അല്ലേ, നല്ല എന്താണ് മാധുര്യമുള്ള മണമാണിതിന്. ഇറ്റ് ബ്ലൂംസ് അറ്റ് നൈറ്റ്. ഇത് എപ്പോഴാണ് വിരിയുന്നത്? രാത്രിയിലാണ് ഇത് വിരിയുക. ഇത് ലോട്ടസ് ആണ്. ദിസ് ഇസ് എ ലോട്ടസ്. ഇറ്റ് ഈസ് പിങ്ക് ഇൻ കളർ. ഇറ്റ് ഗ്രോസ് ഇൻ വാട്ടർ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അടുത്തത് താമരച്ചെടിയാണ്. ഇത് വെള്ളത്തിലാണ് വിരിയുന്നത്. പിങ്ക് കളറാണ്. നല്ല ഭംഗിയുള്ള ഏറ്റവും മനോഹരമായ പൂക്കളിലൊന്നാണ് ലോട്ടസ്, താമര. അടുത്തത് ക്രൈസാന്തമം എന്ന് വെച്ചാൽ ജമന്തിയാണ്. ദിസ് ഇസ് എ യെല്ലോ ക്രൈസാന്തമം. ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. ഇറ്റ് ഹാസ് മെനി സോഫ്റ്റ് പെറ്റൽസ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഫ്ലവർ. വളരെ ഭംഗിയുള്ള ഒരു മഞ്ഞ കളറുള്ള ചെടി, മഞ്ഞ പൂക്കളുള്ള ചെടിയാണിത്. ചെറിയ ഇതളുകൾ, സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുകൾ ഇതിനുണ്ട്. പിന്നെ ഗാർഡനിൽ ഏറ്റവും മനോഹരമാക്കുന്ന പൂക്കളിലൊന്നാണ് ഇത്. മനസ്സിലായല്ലോ? ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് 3-4 ഫ്ലവേഴ്സ് കണ്ടുപിടിച്ച് എഴുതി നോക്കുക കേട്ടോ. അടുത്തത് ഒരു ചെറിയൊരു സ്റ്റോറിയാണ്, കുട്ടി സ്റ്റോറിയാണ് കേട്ടോ. ദ ബെയർ ആൻഡ് ദ ബ്രേവ് ഗേൾ. ഒരു കരടിയും ഒരു ബുദ്ധിശാലിയായ പെൺകുട്ടിയുടെയും കഥയാണ്. ദയ വെൻ ടു ദ ജംഗിൾ ടു കളക്ട് ഫയർവുഡ്. എന്താണ്? വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ദയ എന്നുള്ള പെൺകുട്ടി കാട്ടിലേക്ക് പോയി. എ ഹട്ട് ഇൻ ദ ജംഗിൾ. ഹു ഈസ് ഇൻസൈഡ്? ലെറ്റ് മീ സി. ഇവിടെ കാട്ടിലൊരു കുടിലോ? അതാരാ അതിൻ്റെ ഉള്ളിൽ? ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദയ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഹു ആർ യു? വൈ ആർ യു ഹിയർ? ആരാ ചോദിക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ വലിയൊരു കരടി ഉണ്ടായിരുന്നു. കരടിയാണ് ചോദിക്കുന്നത്. ഐ എം സോറി, ഐ ലോസ്റ്റ് മൈ വേ. സോറി, ഞാൻ ഇവിടെ വഴി തെറ്റി വന്നതാണ് ദയ പറഞ്ഞു കരടിയോട്. വെൽ, ഐ വാസ് ഇൻ സെർച്ച് ഓഫ് എ കുക്ക്. യു ആർ മൈ കുക്ക് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. എന്താണ്? ഞാനൊരു നല്ലൊരു പാചകക്കാരി അന്വേഷിച്ച് നടക്കലായിരുന്നു, അല്ലേ? പാചകക്കാരൻ അന്വേഷിച്ച് നടക്കലായിരുന്നു. ഇന്ന് മുതൽ നീയാണ് എനിക്ക് പാചകം ചെയ്ത് തരേണ്ടത്, എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരേണ്ടത് നീയാണെന്ന് കരടി ദയയോട് പറഞ്ഞു. ഓ പ്ലീസ് ലെറ്റ് മീ ഗോ, മൈ ഗ്രാൻഡ് മൈ ഇസ് അലോൺ അറ്റ് ഹോം. പ്ലീസ് എന്നെ പോകാൻ വിടൂ, എൻ്റെ അമ്മമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് ദയ പറഞ്ഞു. നോ നോ, ഗോ ടു ദ കിച്ചൺ ആൻഡ് ബേക്ക് മീ സം കേക്ക്സ്. പറ്റില്ല, പോകാനൊന്നും പറ്റില്ല, വേഗം അടുക്കളയിൽ പോയിട്ട് എനിക്ക് കുറച്ച് കേക്ക് ഉണ്ടാക്കി താന്ന് പറഞ്ഞു. ഓ ഐ എം ട്രാപ്ഡ്, ഐ മസ്റ്റ് പ്ലേ എ ട്രിക്ക് ടു സേവ് മൈസെൽഫ്. ഓ ഞാൻ പെട്ടു അല്ലേ, ഞാൻ കുടുങ്ങി. അപ്പം ഞാൻ രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിക്ക് എടുത്തേ പറ്റുള്ളൂ, എന്തെങ്കിലും ഒരു ഐഡിയ എടുത്തേ പറ്റുള്ളൂ എന്ന് ദയ ആലോചിച്ചു. എന്നിട്ടോ ദയ ബേക്ക്ഡ് സം കേക്ക്സ്. ദ ബെയർ എൻജോയ്ഡ് ദ ഡെലിഷ്യസ് കേക്ക്. ദയ പോയിട്ട് കുറേ കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു. ബെയർ സന്തോഷത്തോടു കൂടി അത് തിന്നാൻ തുടങ്ങി.
എന്നിട്ട് ദയ ഒരു കൊട്ട നിറച്ചും കേക്ക് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, പ്ലീസ് ലെറ്റ് മീ ഗോ ഹോം ആൻഡ് ഗീവ് ദ കേക്ക് ടു മൈ ഗ്രാൻഡ്മ. ഞാൻ പോയിട്ട് എൻ്റെ അമ്മമ്മക്ക് ഞാൻ ഈ കേക്ക് കൊണ്ട് കൊടുത്തോട്ടെ എന്ന് ദയ കരടിയോട് ചോദിച്ചു. അപ്പോൾ എന്താ പറയുന്നത്, ഹ ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ, ഐ വിൽ ടേക്ക് ഇറ്റ് ടു യുവർ ഗ്രാൻഡ്മ, പാക്ക് ഇറ്റ്. എന്താ പറയുന്നത്, നീ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, നിനക്ക് വീട്ടിൽ പോകാനുള്ള ഇടവല്ല, നീ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, ഞാൻ നിൻ്റെ അമ്മമ്മക്ക് ഇത് കൊണ്ട് കൊടുത്തോളാം, ഇത് പാക്ക് ചെയ്തതാണെന്ന് കരടി പറഞ്ഞു. അപ്പോൾ ദയ എന്ത് ചെയ്തു, ഓ ഐഡിയ, ഐ വിൽ ഹൈഡ് ഇൻസൈഡ് ദ ഹാമ്പർ. അപ്പോൾ ദയക്ക് പെട്ടെന്ന് ഐഡിയ വന്നു, വലിയ കുട്ടിയാണല്ലേ, ആ കുട്ടേൻ്റെ ഉള്ളിൽ ഞാൻ കയറി ഒളിച്ചിരിക്കാൻ ദയക്കൊരു ഐഡിയ വന്നു. അങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് ദയ പോയിട്ട് അത് പാക്ക് ചെയ്ത് വെച്ചു. എന്നിട്ടോ ദ ബെയർ എൻറ്റേർഡ് ദ വില്ലേജ്. ആ കൊട്ടയെടുത്തുകൊണ്ട് ദയ ബെയർ വില്ലേജിലെത്തി. എന്നിട്ടോ അപ്പോഴത്തേക്കും കുറേ പട്ടികൾ അവിടെ ഓടി വന്നു. പട്ടികളെ കരടിക്ക് പേടിയാണ് അല്ലേ, ഓ ഡോഗ്സ്. അപ്പോൾ എന്ത് ചെയ്തു, ബെയർ വാസ് അഫ്രേഡ് ഇറ്റ്. ബെയർ ആകെ പേടിച്ചു പോയി പട്ടികളെ കണ്ടിട്ട്. ഇറ്റ് പുട്ട് ദ ഹാമ്പർ ദർ ആൻഡ് റാൻ അവേ. ആ വലിയ കുട്ട അവിടെ ഇട്ടിട്ട് കരടി ഓടി രക്ഷപ്പെട്ടു. ദയ കെയിം ഔട്ട് ഓഫ് ദ ഹാമ്പർ. ദയ ആ കുടയ്ക്കകത്ത് നിന്ന് പുറത്ത് വന്നു. എന്നിട്ട് പറയലാണ്, മൈ ട്രിക്ക് വർക്ക്ഡ്, എൻ്റെ ഐഡിയ, ട്രിക്ക് വർക്കായി എന്ന് ദയ പറയുന്നതാണ്. ചെറിയൊരു സ്റ്റോറിയാണത്. ആക്ടിവിറ്റി 17 എന്താണ്, റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമ്മൾ സ്വന്തമായിട്ട് സ്റ്റോറി റീകാസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, വേർ ഡിഡ് ഡൊറോത്തി ലിവ്, ഹൂ ലിവ്ഡ് വിത്ത് ഹർ. എവിടെയാണ് ഡൊറോത്തി ജീവിച്ചിരുന്നത്, ആരൊക്കെയാണ് അവളുടെ കൂടെ ജീവിച്ചിരുന്നത്. രണ്ടാമത്, ഹൗ ഡിഡ് ദ സ്റ്റോം എഫക്ട് ദ ഹൗസ്, വാട്ട് ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ഹെർ ഹൗസ്, വേർ ഡിഡ് ദ ഹൗസ് ലാൻഡ്, വാട്ട് ഹാപ്പൻ ടു ദ വിച്ച്. പിന്നീട് 4 കൂടി ഉണ്ട് അല്ലേ, ഹൗ ഡിഡ് ദ മഞ്ച്കിൻ സെലിബ്രേറ്റ് ദ ഡെത്ത് ഓഫ് ദ വിച്ച്, whom did Dorothy meet along with Toto, what happened when the wizard waved his magic wand, where did the house land finally, who did Dorothy meet there. അത്രയാണുള്ളത്. ഇനി അത് ഒരു സ്റ്റോറി പോലെ നമുക്കത് ക്വസ്റ്റൻ ആൻസർ പോലെ ഇവിടെ എഴുതാം. എന്നിട്ട് ഒന്നാമത്തെ നോക്കി, where did Dorothy live, who lived with her. Dorothy lived in a small wooden house in the middle of a meadow. She lived with her aunt and uncle. ഡൊറോത്തി ഒരു പുൽമേടുകൾക്ക് നടുക്കുള്ള ഒരു മരം കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ അങ്കിളും ആൻറ്റിയും ഉണ്ടായിരുന്നു. ഹൗ ഡിഡ് ദ സ്റ്റോം എഫക്ട് ദ ഹൗസ്. എങ്ങനെയാണ് വലിയ കാറ്റ് വീടിനെ എഫക്റ്റ് ചെയ്തത്. ദ ഹൗസ് ബിഗാൻ ടു ഷേക്ക്. വീട് കുലുങ്ങി. കപ്സ് ആൻഡ് പ്ലേറ്റ്സ് സ്ലിപ്ഡ് ഫ്രം ദ കബോർഡ് ആൻഡ് ദ മിറർ ഫെൽ ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. കണ്ണാടി വീണ് ഉടഞ്ഞു, കപ്പും പ്ലേറ്റും ഒക്കെ വീണ് ഇളകാൻ തുടങ്ങി. അവിടുന്ന് ഇളകാൻ തുടങ്ങി. അവിടുന്ന് തെന്നി വീഴുന്നു അല്ലേ. പിന്നെയോ ഹൗസ് മൊത്തം ഇളകാൻ തുടങ്ങി. വാട്ട് ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ഹെർ ഹൗസ്. എന്താണ് ഡൊറോത്തിക്ക് അവളുടെ വീടിന് സംഭവിച്ചത്. ദ സ്റ്റോം ലിഫ്റ്റഡ് ഡൊറോത്തീസ് ഹൗസ് ഇൻ ടു ദ എയർ. ഡൊറോത്തി ആൻഡ് ഹെർ ഹൗസ് വെർ ക്യാരിഡ് ഫാർ അവേ. കാറ്റ് ആ വീടിനെ പൊക്കിക്കൊണ്ടുപോയി. ഡൊറോത്തിയും വീടും കുറേ ദൂരേക്ക് കാറ്റ് എടുത്തുകൊണ്ട് പോയി. വേർ ഡിഡ് ദ ഹൗസ് ലാൻഡ്, വാട്ട് ഹാപ്പൻ ടു ദ വിച്ച്. എവിടെയാണ് വീട് പോയിട്ട് നിന്നത്, അവിടുത്തെ വിച്ചിന് എന്താണ് സംഭവിച്ചത്, ആ ദുഷ്ടയായ പിശാചിന് എന്താണ് സംഭവിച്ചത്. ദ ഹൗസ് ലാൻഡഡ് ഓൺ ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ്. മഞ്ച്കിൻ്റെ ലാൻഡിലാണ് പോയിട്ട് വീട് ലാൻഡ് ചെയ്തത്. ദ വിക്കഡ് വിച്ച് വാസ് കിൽഡ് വെൻ ദ ഹൗസ് ഫെൽ ഓൺ ഹർ. ദ വീട് പോയിട്ട് ആ വിക്കഡ് വിച്ചിൻ്റെ മേലെ വീണപ്പോൾ അവൾ ചത്തുപോയി. ഹൗ ഡിഡ് ദ മഞ്ച്കിൻസ് സെലിബ്രേറ്റ് ദ ഡെത്ത് ഓഫ് ദ വിച്ച്. എങ്ങനെയാണ് മഞ്ച്കിൻസ് വിച്ചിൻ്റെ മരണം ആഘോഷിച്ചത്. ദ മഞ്ച്കിൻസ് വെർ വെരി ഹാപ്പി. ദ ഡാൻസ്ഡ് ആൻഡ് സാങ് ടു സെലിബ്രേറ്റ്. അവർ പാട്ടുപാടി ഡാൻസ് കളിച്ചൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. ഹൂം ഡിഡ് ഡൊറോത്തി മീറ്റ് അലോങ് വിത്ത് ടോട്ടോ. ടോട്ടോയുടെ കൂടെ ഡൊറോത്തി ആരെയാണ് പോയിട്ട് മീറ്റ് ചെയ്തത്, കണ്ടത്. ഡൊറോത്തി മെറ്റ് ദ വിസാർഡ് ഓഫ് ഓസ് അലോങ് വിത്ത് ടോട്ടോ. ഡൊറോത്തിയും ടോട്ടോയും കൂടി വിസാർഡ് ഓഫ് ഓസിനെയാണ് പോയി കണ്ടത്. വാട്ട് ഹാപ്പൻ വെൻ ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്. മാന്ത്രിക വടി വീശിയപ്പോൾ വിസാർഡ് ഓഫ് ഓസ് മാന്ത്രിക വടി വീശിയപ്പോൾ എന്താണ് സംഭവിച്ചത്. When the wizard waved his magic wand, Dorothy's house appeared and began to fly. ആ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അത് ആകാശത്തേക്ക് പൊങ്ങി പറക്കാൻ വേണ്ടി തുടങ്ങി വീട്. Where did the house land finally? Who did Dorothy meet there? വീട് ഫൈനലി എവിടെയാണ് പോയി ലാൻഡ് ചെയ്ത് നിന്നത്, അവിടെ ആരെയാണ് ഡൊറോത്തി കണ്ടത്. The house finally landed in her village. അവളുടെ തന്നെ ഗ്രാമത്തിൽ തിരിച്ചത് ലാൻഡ് ചെയ്തു. Dorothy met her aunt and uncle there. അവളുടെ ആൻറ്റിയെയും അങ്കിളിനെയും അവിടെ കണ്ടു. അടുത്ത ആക്ടിവിറ്റി നോക്കി, ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഓക്കെ, അവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് സ്വന്തമായിട്ടൊരു സ്റ്റോറി എഴുതാനാണ് പറയുന്നത് അല്ലേ. ഒരു വയസ്സായ മുത്തശ്ശിയമ്മേനെ കാണുന്നുണ്ട്, 2 കുടങ്ങൾ കാണുന്നുണ്ട്. ഇനി നോക്കാം നമുക്ക് എന്താ സ്റ്റോറി എന്നുള്ളത്. 2 pots, 2 കുടങ്ങളുടെ കഥയാണ് കേട്ടോ. വൺസ് ദർ ലിവ്ഡ് an old woman in a village. There was no well near her house.
എന്നാണ് ഒരു വയസ്സായ സ്ത്രീ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. ഓക്കെ, അവിടെ അവരുടെ വീടിൻ്റെ അടുത്തൊന്നും ഒരു കിണറുണ്ടായിരുന്നില്ല. സോ എവ്രി ഡേ ഷി ബ്രോട്ട് 2 pots ഓഫ് വാട്ടർ ഫ്രം എ വെൽ ദാറ്റ് വാസ് എ ലിറ്റിൽ ഫാർ അവേ. സോ കുറച്ച് ദൂരത്തുള്ള കിണറ്റിൽ നിന്നും ദിവസവും അമ്മ പോയിട്ട് 2 കുടങ്ങളായിട്ട് വെള്ളം കൊണ്ടുവരുമായിരുന്നു. വൺ ഓഫ് ഹർ 2 pots ഹാഡ് എ സ്മോൾ ഹോൾ. 2 കുടങ്ങൾ ഒന്നിന് ചെറിയൊരു ദ്വാരം ഉണ്ടായിരുന്നു. വാട്ടർ കെപ്റ്റ് ഡ്രിപ്പിംഗ് ഫ്രം ഇറ്റ് ഓൾ എലോങ് ദ വേ. എന്താണ്, ആ കുടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റിപ്പോയിക്കൊണ്ടേയിരിക്കുക. അമ്മ വെള്ളം കൊണ്ടുവരുമ്പോൾ ആ ഒരു പൊട്ടി കൊടുന്ന് ഓരോ തുള്ളി തുള്ളി വെള്ളമായിട്ട് വരുന്ന വഴിക്കൊക്കെ ഉറ്റിക്കൊണ്ടേയിരിക്കുമായിരുന്നു. എന്നിട്ടോ എവറി ഡേ ബൈ ദ ടൈം ഷി റീച്ച് ഹോം ഹാഫ് ഓഫ് ദ വാട്ടർ ഇൻ ദ ക്രാക്ക് പോട്ട് വാസ് ലോസ്റ്റ്. വീട്ടിലെത്തുന്ന സമയമാകുമ്പോഴേക്കും ആ കുടത്തിലുള്ള പകുതി വെള്ളം മുഴുവൻ ഉറ്റി തീർന്നിട്ടുണ്ടാവും. Seeing this, the other pot made fun of the cracked pot every day and said, "You are good for nothing." നിന്നെ ഒന്നിനും കൊള്ളില്ല, കാരണം നിൻ്റെ വെള്ളം എപ്പോഴും ഇങ്ങനത്തെ പകുതി തീർന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ പൊട്ടാത്ത നല്ല കുടം പൊട്ടിയ കുടത്തിനെ കളിയാക്കുമായിരുന്നു. The poor cracked pot felt sad when it heard this. ഇത് കേട്ടപ്പോൾ പൊട്ടിയ കുടത്തിന് ഭയങ്കര സങ്കടമായി. The old woman heard everything. She said, "I'll show you both സംതിങ്. നിങ്ങൾ രണ്ടാളും ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് വയസ്സായ സ്ത്രീ പറഞ്ഞു. ആ വയസ്സായ സ്ത്രീ കുടങ്ങൾ പറയുന്നതൊക്കെ കേട്ട് നിൽക്കലായിരുന്നു. കുടങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും ഞാനൊരു കാര്യം കാണിച്ചു തരാം. ആൻഡ് വാക്ക്ഡ് അലോങ് ദ പാത്ത് വെർ ഷി വെൻറ്റ് എവറി ഡേ ടു ഫെച്ച് വാട്ടർ. അവരെ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു, ആ കുടങ്ങളെ എടുത്തുകൊണ്ട് അമ്മ അവർ വെള്ളം എടുക്കാൻ പോകുന്ന വഴിയിലേക്ക് നടന്നു പോയി. അലോങ് ദ വേ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് വർ ബ്ലൂമിങ്. പോകുന്ന വഴിക്കൊക്കെ നിറച്ചും നല്ല ഭംഗിയുള്ള പൂക്കൾ പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു. Showing the flowers, the old woman said to the pots, "Look, all these plants were once dry and withering." നോക്ക്, ഈ ചെടികളൊക്കെ വരുന്ന സമയത്ത് ഫുൾ വാടി കരിഞ്ഞിരുന്നതായിരുന്നു. It was with the water that fell from my cracked pot that all these plants grew well and bloomed with so many flowers. നോക്കൂ, എൻ്റെ ഈ പൊട്ടി കുടത്തിൽ നിന്ന് ഉറ്റിറ്റ് വീണ വെള്ളത്തുള്ളികൾ കൊണ്ടാണ് ഈ ചെടികളൊക്കെ ഉഷാറായത്. ഇത്രയും ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള പൂക്കൾ അതിനകത്ത് ഉണ്ടാവാനും കാരണം എൻ്റെ ഈ പൊട്ടി കുടത്തിൽ നിന്നുള്ള വെള്ളമാണ് എന്ന് ആ അമ്മ കുടങ്ങളോട് പറഞ്ഞു. ദോ ദ സ്മോൾ ക്രാക്ക് ഫെൽറ്റ് ലൈക്ക് എ വീക്ക്നെസ് ടു ഇറ്റ്, ദ പോട്ട് റിയലൈസ്ഡ് ഇറ്റ് ഹാഡ് ബീൻ എ ബ്ലെസ്സിങ് ടു ദ പ്ലാന്റ്സ്. എന്താണ്, ആ ഒരു പൊട്ടലുണ്ടായത് എനിക്കൊരു വീക്ക്നെസ്, എൻ്റെ ഒരു കഴിവുകേടായിട്ട് ആ കുടത്തിന് തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു ആ ചെടികൾക്ക് അതൊരു അനുഗ്രഹമായിട്ടാണ് മാറിയത് അല്ലേ. ആ ഓട്ടയുള്ളത് കൊണ്ടാണ് അവിടെ വെള്ളത്തുള്ളി ഉറ്റിറ്റ് വീണതും ആ ചെടികളെല്ലാം ഉഷാറായി പൂക്കളുണ്ടായതും. തിങ്കിങ് ഓഫ് ദിസ് ദ പോട്ട് ഫെൽറ്റ് വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്. ഇത് കേട്ട് ഇത് ആലോചിച്ചപ്പോൾ അല്ലേ, എൻ്റെ വെള്ളം കൊണ്ടാണ് ഈ ചെടികളൊക്കെ ഇത്ര ഉഷാറായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പോട്ടിന് സ്വന്തം കാര്യത്തിൽ സ്വന്തമായിട്ട് വളരെ അഭിമാനവും സന്തോഷവും തോന്നി. മറ്റേ കുടത്തിന് ആകെ സങ്കടമായല്ലേ, ഈ കുടത്തിനെ കളിയാക്കിയല്ലോ എന്നോർത്തിട്ട് ആ കുടം ആകെ ഷൈ ആവുകയും ചെയ്തു. ഇനി അടുത്തത് നിങ്ങൾ ഡിജിറ്റലായിട്ട് ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ എവിടെയെങ്കിലും ടൂറ് പോയിട്ടുണ്ടെങ്കിൽ ഹാവ് യു എവർ ഗോൺ ഫോർ എ ട്രിപ്പ്, നറേറ്റ് യുവർ ട്രാവൽ എക്സ്പീരിയൻസ് ആൻഡ് പ്രിപ്പയർ എ വീഡിയോ ക്ലിപ്പ്, സെൻഡ് ഇറ്റ് യുവർ ടീച്ചർ. ഒരു വീഡിയോ ക്ലിപ്പ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും ടൂറ് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ടീച്ചർക്ക് അയക്കാനാണ് പറയുന്നത്. പിന്നെ ഓഡിയോ ലൈബ്രറിൻ്റെ അകത്ത് നിങ്ങൾ പോകുന്ന വഴിക്ക് കേട്ട എന്തെങ്കിലുമൊക്കെ സൗണ്ട്സ് അല്ലേ, പക്ഷികൾ ചിലയ്ക്കുന്ന സൗണ്ടുകളോ അല്ലെങ്കിൽ മഴയുടെ സൗണ്ടോ അങ്ങനെ മരത്തിൻ്റെ വീശുന്ന സൗണ്ട്, അങ്ങനെ എന്ത് സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ റെക്കോർഡ് ചെയ്ത് ടീച്ചേഴ്സിന് അയക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ആക്ടിവിറ്റിയോടുകൂടി നമ്മുടെ ഈ 4ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. ക്ലാസ്സും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. താങ്ക് യു, ബൈ.